പ്രകാരം മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. സുപ്രീം കോടതി മുഖേന അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കാനാണ് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം ഒറിജിനൽ സ്യൂട്ട് സംസ്ഥാനം നേരത്തെ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പൗരത്വ നിയമത്തിലെ ഭേദഗതി നടപ്പാക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നിയമയുദ്ധത്തിന് റിസൾട്ട് ഉണ്ടാകും. PDT ആചാര്യ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ടി ആസഫ് അലി, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോൺഗ്രസ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം തന്നെ ശങ്കുട്ടി ദാസ് BJP നേതാവ്. ആദ്യം ശ്രീ PDT ആചാര്യ, കേരളം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അഡ്വക്കേറ്റ് ജനറലിനെ ഇന്ന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഒറിജിനൽ സൂട്ട് നൽകിയിരുന്നു. ഒരുപക്ഷെ അത് പുതിയ വിജ്ഞാപനം അനുസരിച്ച് പരിഷ്കരിക്കുമായിരിക്കും. പക്ഷെ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 131 പ്രകാരം കേരളം ഇതിനകം തന്നെ ഗവർണർക്കെതിരെ, സാമ്പത്തിക ഞെരുക്കത്തിനെതിരെ, ഇപ്പോൾ ഒരു കേന്ദ്ര നിയമത്തിനെതിരെ, ഇതിൻ്റെ നിയമപരമായ സാധുത എന്താ? അത് നിയമപരമായ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്രം പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ ഉള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കുണ്ട്. ആർട്ടിക്കിൾ 256 അനുസരിച്ച് അത് വ്യക്തമാണ്. എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ, അതിൻ്റെ കംപ്ലയൻസ് എൻഷുർ ചെയ്യണമെന്നാണ് അതിനകത്ത് പറയുന്നത്. അതായത് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി സോ യൂസ്ഡ് ആസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ദി ലോ മെയ്ഡ് ബൈ പാർലമെന്റ്. ഇതാണ് അതിനകത്ത് പറയുന്നത്. തന്നെയുമല്ല, കേന്ദ്ര ഗവൺമെന്റിന് ആ കാര്യത്തിൽ, അതായത് ഒരു സ്റ്റേറ്റിനെ കൊണ്ടത് നടപ്പിലാക്കിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഉള്ള അധികാരം ഈ വകുപ്പ് നൽകുന്നുണ്ട്. അപ്പൊ അതേസമയത്ത് ഓഫ് കോഴ്സ് ഇത് ഭരണഘടനാപരമായ പ്രൊവിഷനാണിത്. അപ്പൊ അതിനെ ലംഘിക്കാൻ സാധ്യമല്ല. അതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ 365 അതിൽ വരും. 365 പറയുന്നത് ഒരു സ്റ്റേറ്റ് കേന്ദ്രത്തിന്റെ ഇമാതിരിയുള്ള ഡയറക്ഷൻസ് ഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ then the President of India shall conclude that there is a breakdown of the constitutional machinery. അങ്ങനെ വരുമ്പോൾ 356 ആവും. അതിൻ്റെ ഒരു കോൺസിക്വൻസ് അതാണ്. So the President can take over the administration. അപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം പാസ്സാക്കുക എന്ന് പറയുന്നത്, അത് പാസ്സാക്കുക എന്നല്ല, അത് നടപ്പിൽ വരുത്തുക എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു ചുമതലയായിട്ടാണ് 256 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നിയമത്തിനെ ചലഞ്ച് ചെയ്യാൻ പേഴ്സണലി സ്റ്റേറ്റുകൾക്ക് അധികാരമുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൻ്റെ ലീഗലായ വശങ്ങൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ് ജനറലിനോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അടുത്ത ചോദ്യവുമായി താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ടി ആസഫ് അലി, സംസ്ഥാന സർക്കാർ നിയമപരമായ പോരാട്ടത്തിനൊരുങ്ങുന്നു. പക്ഷെ നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് നടപ്പാക്കില്ല എന്നുള്ളതാണ്. അത് ഒരു റെട്രിക്കായി മാത്രം കണ്ടാൽ മതി എന്നാണോ? ഈ കേന്ദ്രം പാസ്സാക്കുന്നൊരു നിയമം സംസ്ഥാന സർക്കാർ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരല്ലേ? ഇപ്പോൾ കേന്ദ്രം ഭാരതീയ ന്യായ സംഹിത IPCക്ക് പകരം കൊണ്ടുവരിക, കേരള ഗവൺമെൻറ് പറയാൻ പറ്റുമോ നമ്മൾ നടപ്പാക്കില്ല? ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തട്ടിപ്പാണ്. ശരിക്ക് കേരള ഗവൺമെൻറ് 2019 പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യാൻ ഒരു ഇടത് നേതാവും മുന്നോട്ട് വന്നില്ലല്ലോ. നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് 2019 പൗരത്വ ഭേദഗതി നിയമം. ഇതൊരു നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗവൺമെൻറ് 131 അനുസരിച്ചൊരു സൂട്ട് ഫയൽ ചെയ്തു അന്ന് തന്നെ, വളരെ വൈകി. 131 എങ്ങനെയാണ് ഇതിൽ? അതിന് നമ്മുടെ സുപ്രീം കോടതിയിൽ തന്നെ നിരവധി വിധിന്യായങ്ങളുണ്ട്. കേന്ദ്രം പാസ്സാക്കുന്ന ഒരു ബില്ലിൻ്റെ ഭരണഘടനാ സാധുത ഒരു
സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ ചാലഞ്ച് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് 131. അതൊരു കേന്ദ്രം പാസ്സാക്കുന്ന നിയമത്തിൻ്റെ ഇത് രണ്ടും എങ്ങനെ നിൽക്കും? കേരള ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ നടപ്പാക്കില്ല, അതേ കേരള ഗവൺമെൻറ് തന്നെ നടപ്പാക്കില്ലേ, പിന്നെ ഇതിനെ നിങ്ങൾ ചാലഞ്ച് ചെയ്യേണ്ട ആവശ്യം? ഇവിടെ പ്രശ്നം അതല്ല നികേഷ്. ഇവിടെ പ്രശ്നം ഈ ഭേദഗതി ബില്ലിൻ്റെ അടിസ്ഥാന ഘടന തന്നെ ഹൈലി അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ട് എന്താണ് എഴുതി ചേർത്തിരിക്കുന്നത്? 3 രാജ്യങ്ങളിലെ 6 മതവിഭാഗങ്ങൾ അഡ്വക്കേറ്റ് ടിയാസ് വലിയ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പ്രാഥമികമായി താങ്കളുടെ നിലപാട് കേന്ദ്ര നിയമം സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ്. ഞാൻ വരാം അങ്ങയിലേക്ക്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, താങ്കൾക്ക് എന്തു തോന്നുന്നു? കേന്ദ്ര വിഷയമാണ് പൗരത്വം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് നേരത്തെ PDT ആചാര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാം, അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യാം. അത്ര മാത്രമേ സാധിക്കൂ എന്നാണോ കരുതുന്നത്? ഇതിപ്പോൾ CAA ആണ്. CAA എന്ന് പറയുന്നത് NRCയുടെ പ്രീകർസറാണ് എന്നാണ് മറ്റൊരു മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ മുതൽ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് NRC നടപ്പാക്കാനാകില്ല, പ്രത്യേകിച്ച് NRC നടപ്പാക്കിയിട്ടുള്ളത് അസം സർക്കാരാണ്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിനോട് NRC നടപ്പാക്കാൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് നടപ്പാക്കാനാകില്ല എന്ന് നമ്മൾ വ്യക്തമാക്കുകയാണോ ചെയ്യുന്നത്? യൂണിയൻ ലിസ്റ്റ് എന്നറിയപ്പെടുന്ന കേന്ദ്ര വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുകയും ചെയ്ത നിയമമായ ഒരു കാര്യം അത് നടപ്പാക്കില്ല എന്നൊരു സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയില്ല. ഫെഡറൽ തത്വത്തിൽ വിശ്വസിക്കുകയും അതിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ കേരളത്തിലുള്ളത്. പക്ഷെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആ നിയമത്തിലെ ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ സ്വഭാവം, അതിന്റെ ഗൗരവത്തിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് അതിനുവേണ്ടിക്കുള്ള ഒരു വാക്പ്രയോഗം മാത്രമായിരിക്കാം. ചെയ്യാൻ കഴിയുന്നത് ആ നിയമത്തെ ചോദ്യം ചെയ്യാം. അതാണ് ശ്രീ ആചാര്യയും ചൂണ്ടിക്കാണിച്ചത്. ആ നിയമത്തെ ചോദ്യം ചെയ്യുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. കാരണം ആ നിയമം ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ലെങ്കിൽ, ആ നിയമം ഈ സംസ്ഥാന കേന്ദ്ര നിയമങ്ങൾ ലിസ്റ്റ് വിഷയങ്ങളെ ആ തത്വം പാലിക്കാത്തതാണെങ്കിൽ, അങ്ങനെ നിരവധിയായ കാരണങ്ങളെ മുൻനിർത്തി ആ നിയമത്തിന്റെ സാധുത സംസ്ഥാന ഗവൺമെന്റിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. അതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അർത്ഥം. അങ്ങനെ സർക്കാർ കേന്ദ്രവുമായി നിയമപരമായ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുമ്പോൾ അത് ആ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന ഗൗരവമുണ്ട്. അത് ആ ഗൗരവം നിസ്സാരമായ കാര്യമല്ല. അസഫ് അലി വളരെ ലാഘവത്തോടെയൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ കാണേണ്ട ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ആ വിഷയത്തിന്റെ പരമമായ ഗൗരവം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ഞങ്ങളോട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് അസ്വീകാര്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. അത്രയേ അതിനർത്ഥമുള്ളൂ. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിയുടെ ഇടപെടൽ, സ്റ്റേ ഉൾപ്പെടെ ഉണ്ടാകുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ നിയമം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതൊരു വലിയ പ്രശ്നമാണിത്. ആ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ ലഭ്യമായ നിയമപരമായ പരിഹാര മാർഗത്തിലൂടെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അഡ്വക്കേറ്റ് ജനറലിനെ ഇന്ന് സംസ്ഥാന മന്ത്രിസഭ നിയോഗിച്ചിരിക്കുന്നത്. ശ്രീ ശങ്കുട്ടി ദാസ്, നോക്കൂ, ഇത് CAA എന്ന് പറയുമ്പോൾ CAA ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരപേക്ഷ പോലും കേരളത്തിൽ ഇല്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒരാൾ പോലും കേരളത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഒരപേക്ഷകനുമില്ല. അപ്പോൾ നമ്മളിത് നടപ്പാക്കില്ല എന്ന് പറയാൻ, നടപ്പാക്കാൻ നമുക്ക് ആൾ വേണ്ടേ? ആളില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടതുകൊണ്ട് ഇത് നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് മമതാ ബാനർജി പറഞ്ഞു ഇത് NRCയുടെ പ്രീകർസറാണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ NRC നടപ്പാക്കേണ്ടത് പ്രധാന ഉത്തരവാദിത്തം നമ്മൾ അസമിൽ കണ്ടത് ആണ് തുടരുന്നത് എങ്കിൽ
കേരളത്തിൻ്റെതാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെതാണ്, നമ്മളത് ചെയ്യില്ല എന്ന് വ്യക്തമായി പറയുകയാണ് എങ്കിൽ എങ്ങനെ അത് തടയാനാകും കേന്ദ്രത്തിന്? കേന്ദ്രത്തിന് തടയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ തങ്ങൾക്ക് അധികാരമില്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങളൊരു കാര്യം ചെയ്യും എന്ന് സംസ്ഥാന സർക്കാർ ആരേക്കോ വിഡ്ഢികളാക്കാൻ വേണ്ടി, ആരേക്കോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അത് ഒരു അപ്രായോഗികമായ അയഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ 7th ഷെഡ്യൂൾ പ്രകാരം യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം കേന്ദ്രത്തിന് മാത്രമാണ്, പാർലമെന്റിന് മാത്രമാണെന്ന് ഭരണഘടന ആർട്ടിക്കിൾ 246 246 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നിയമം 246 പ്രകാരം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണെന്ന് ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കിൾ 256 പറയുന്നുണ്ട്. 256 പ്രകാരമുള്ള ആ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾ നിർവഹിക്കാതെ വന്നാൽ 258 ആർട്ടിക്കിൾ 258 പ്രകാരം സെൻട്രലിന് ഡയറക്ഷൻസ് കൊടുക്കാൻ സാധിക്കും. ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള എന്താണ്? ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ഇത് നടപ്പാക്കാൻ 255 പ്രകാരം ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം വരും. ഞങ്ങളത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ കേന്ദ്രം ഇത്തരത്തിലൊരു ഡയറക്ഷൻ തരാൻ സാധ്യതയുണ്ട്. അന്ന് ഞങ്ങളിത് നടത്താൻ നിർബന്ധിതരായി പോകും. അതുകൊണ്ട് ഇത് തടയണം എന്നുള്ളതാണ്. പക്ഷേ ആർട്ടിക്കിൾ 131 എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ടാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം വരുമ്പോൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. രാജ്യവ്യാപകമായിട്ടുള്ളൊരു നിയമം കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയാൽ അതിനെ സംസ്ഥാനങ്ങൾക്ക് ആർട്ടിക്കിൾ 131 ഉപയോഗിച്ച് ചാലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് 2 വിധികളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് 1957 എന്താണ് കോൾ ലാൻഡ്സ് കേസ്, ബംഗാളിൽ ഉണ്ടായിട്ടുള്ള കോൾ ലാൻഡ്സ് കേസ്. ആ കേസിൽ സുപ്രീം കോടതി ബംഗാൾ സർക്കാർ കൊടുത്തിട്ടുള്ള 131 പ്രകാരമുള്ള ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞു, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തെ സംസ്ഥാനങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ 2012 മധ്യപ്രദേശ് സർക്കാർ കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരായി കൊടുത്ത കേസ്, അതും തള്ളി. 2015 ജാർഖണ്ഡ് സർക്കാർ സമാനമായിട്ട് 131 ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ള കേസ് ഭരണഘടനയുടെ വിശാല ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ വിധി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് എന്താണ്? എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു സെൻട്രൽ മെയ്ഡ് ലോയിനെ സംസ്ഥാനങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളതിൽ ഭരണഘടനാ ലംഘനമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 വയലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റിറ്റ് ജുറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്യണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള റിറ്റ് ജുറിസ്ഡിക്ഷനാണ് നിങ്ങൾ ഇൻവോക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറും പ്രഹസനമായിട്ടൊരു ഹർജിയാണ്. ഇവിടെ തങ്ങൾക്ക് അധികാരമില്ലാത്തൊരു കാര്യം ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയണം. നടപ്പാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ചട്ടങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് .nic.in എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേരും വിവരങ്ങളും കൊടുക്കാം. 2 സമിതികളാണ് ഇത് പരിശോധിക്കാനുള്ളത്. 2 സമിതികളിലും ക്ഷണിതാക്കളുടെ സ്ഥാനം മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾക്കുള്ളൂ. അപേക്ഷകൾ പരിശോധിക്കാനുള്ള സമിതിയാവട്ടെ, അപേക്ഷകൾക്ക് അംഗീകാരം കൊടുക്കുന്ന സമിതിയാവട്ടെ, രണ്ടും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സമിതികളാണ്. ഇതിൽ കേവലം ക്ഷണിതാവിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു അപേക്ഷ തള്ളാനോ ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് അംഗീകാരം കൊടുക്കാനോ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് റൂൾസ് കൂടി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ വളരെ വ്യക്തമാണ്. പക്ഷേ ഞാൻ ശ്രീ ശങ്കുട്ടി ദാസ് താങ്കളോട് സിഎയുടെ കാര്യം മാത്രമല്ല ചോദിച്ചത്. ഞാൻ ഇതുവരെയുള്ളവരോടെല്ലാം സിഎയുടെ കാര്യം മാത്രമാണ് ചോദിച്ചത്. ഞാൻ താങ്കളോട് പക്ഷേ NRC കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. NRC രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത്. യെസ്, NRCയുടെ കാര്യം ഞാൻ പറയാം. അങ്ങ് പറഞ്ഞു ആസാമിലുള്ള സാഹചര്യമാണെങ്കിൽ ഇവിടെ നമുക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആസാമിൽ NRC നടപ്പാക്കിയത് എങ്ങനെയാണെന്ന് 2 മിനിറ്റിൽ എന്നെ ഒന്ന് വിശദീകരിക്കാൻ അനുവദിക്കണം. 1985 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആസാമിൽ നടന്നിരുന്ന പ്രക്ഷോഭത്തിനെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഒപ്പിട്ടിട്ടുള്ള ആസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന പദ്ധതി വരുന്നത്. ആസാമിൽ ഉണ്ടായിരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റി, അനധികൃത കുടിയേറ്റത്തിനെതിരെ അവിടെ നടന്ന വലിയ പ്രക്ഷോഭം 1979 മുതൽ 85 വരെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭം, അതിന്റെ ഭാഗമായി നടന്ന കൂക്കി മാസക്കർ, ഒറ്റ ദിവസം കൊണ്ട് 10,000-ഓളം ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള കൂക്കി മാസക്കർ, ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ, അവിടെ ഉണ്ടായിട്ടുള്ള ആസാം അക്കോർഡിൽ പറഞ്ഞു 3 കാര്യങ്ങൾ DDD ഞങ്ങൾ നടപ്പാക്കും. എന്താണ്? ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട്. 1971 മാർച്ച് 24 മുമ്പ്, അതായത് ബംഗ്ലാദേശ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് അതിനുശേഷം അസാമിലേക്ക് കുടിയേറിയിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തുകയും അവരെ ഡിലീറ്റ് ചെയ്യുകയും ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു. ആ ഉത്തരവ് ഇതുവരെ, അതായത് അക്കോർഡ് ഇതുവരെയായിട്ടും ഗവൺമെന്റ് നടപ്പാക്കിയില്ല. സ്വാഭാവികമായിട്ട് ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ള മറ്റ് കക്ഷികൾ സുപ്രീം കോടതിയിൽ പോയി. 2013 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു അസാം അക്കോർഡ് പ്രകാരം അസാമിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം കേന്ദ്ര സർക്കാർ പൂർത്തീകരിക്കണം. അതിന് സുപ്രീം കോടതിയുടെ തന്നെ
ശങ്കുട്ടിദാസ്, അതിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ചല്ലായിരുന്നു എന്റെ ചോദ്യം. ശരി, 2003 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്നപ്പോഴാണ് NRC എന്ന് പറയുന്നതിന് ഒരു ലീഗൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ടായത്. അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. നമുക്ക് NRCയെ പറ്റി നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ NRCയുടെ ഒരു ഡ്രാഫ്റ്റ് പോലും നമ്മുടെ മുന്നിലില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, രാജ്യം മുഴുവൻ NRC രജിസ്റ്റർ ഉണ്ടാകും എന്നാണ് എൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മൂന്നാമത്തെ തവണയാണ് ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നത് ഈ CAA നടപ്പാക്കുന്നത് NRCയുടെ പ്രീകർസർ എന്ന നിലയിലാണ് എന്നാണ്. അല്ല, അങ്ങനെ നിങ്ങൾക്കൊരു നിയമത്തെ എതിർക്കാൻ സാധിക്കുമോ? ഈ നിയമത്തിനെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്. പക്ഷേ ഈ നിയമത്തിന് ശേഷം വരാൻ പോകുന്ന മറ്റൊരു നിയമം വളരെ അപകടകരമാണ്. അത് നാളെ വന്നേക്കുമെന്ന് ഞങ്ങൾക്ക് അല്ല, ഈ നിയമത്തിന് ശേഷമുള്ള മറ്റൊരു നിയമമല്ല, രണ്ടും ഒരു പാക്കേജാണ് എന്നുള്ളതാണ് വിശദീകരണം. താങ്കൾ അതിലേക്ക് നേരിട്ട് പിടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോട്ടെ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നോക്കൂ, നേരത്തെ ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ് ഉന്നയിച്ചതുപോലെ തന്നെ ഉന്നതാധികാര സമിതി ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ജില്ലാതല സമിതി ആയിക്കൊള്ളട്ടെ, അപേക്ഷ പരിശോധിക്കാനുള്ളതും പൗരത്വം അനുവദിക്കാനുള്ള 2 സമിതികളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്, വീതമുണ്ട്. അത് രണ്ടുപേരും ക്ഷണിതാവാണ് എന്നുള്ള നിലയ്ക്ക്, മാത്രമല്ല ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ജില്ലാ കളക്ടർക്ക് നൽകണമെന്നേ ഉള്ളൂ. ജില്ലാ കളക്ടർക്ക് അതിനകത്ത് അധികാരമൊന്നുമില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിരീക്ഷകനായി വരുന്ന പ്രതിനിധിക്ക് ഒരു അധികാരവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് CAA കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കേരളം കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പോകുന്ന ഒരു നിയമനിർമ്മാണമാണോ ഇപ്പോൾ അല്ലെങ്കിൽ ഭേദഗതിയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഈ കേരളം അനുവദിക്കില്ല, കേരള സർക്കാർ അനുവദിക്കില്ല, അതൊന്നും അല്ല പ്രശ്നം. കേരള സർക്കാരിൻ്റെ പരിമിതി എന്താണെന്ന് ഞാനിപ്പോൾ നികേഷിന് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് നോട്ടിഫിക്കേഷൻ വന്നല്ലോ. അപ്പോൾ കേരള സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിൻ്റെ ഇതിൽ നടപ്പാക്കാതിരിക്കാനോ നടപ്പാക്കാനോ ഉള്ള പരിമിതി എന്താണെന്ന് നിയമം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളൊരു ഒരു ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനോട് ആത്മാർത്ഥമായി സമീപിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ കോർ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തു എന്ന് വരുത്തി തീർക്കലല്ല അതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഒരു ഡിസ്ക്രിമിനേഷൻ ആണല്ലോ. അങ്ങനെയെങ്കിൽ അവിടെ ചലഞ്ച് ചെയ്യപ്പെടേണ്ടത് ആ ഡിസ്ക്രിമിനേഷനെയാണ്. ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നടപ്പാക്കാനുള്ള റോഡില്ല. ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുകയാണ്. അത് ചെയ്യില്ല എന്ന് വരുത്താനായിട്ട് ഒരു സൂട്ടും കൊണ്ട് കൊടുക്കുന്നു 131 ആർട്ടിക്കിൾ 131. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഒരു ലാർജർ ക്വസ്റ്റ്യൻ ആണ്. ഒരു അജണ്ട നടപ്പാക്കുന്നു. ആ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, മോഡ് ഓഫ് പെർസിക്യൂഷനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, മതത്തിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. വരുന്ന ആളുകളുടെ മനുഷ്യാവകാശവും മനുഷ്യത്വപരമായ അവരോടുള്ള അപ്രോച്ചൊന്നും അല്ല പ്രശ്നം, അവരുടെ മതമാണ് പ്രശ്നം. ആ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷണലി പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെതിരെ പോകണം. ഞാനിപ്പോൾ പറയുന്നത് BJP ഇപ്പോൾ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു പക്ഷേ അവരിപ്പോൾ ഈ പോർട്ടൽ തുറന്നു വെച്ചിട്ട് രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും ആരംഭിച്ച് അവരുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയും എംപവർ കമ്മിറ്റിയും വെച്ചിട്ട് പൗരത്വം കൊടുക്കാൻ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ പൗരത്വം കൊടുത്താൽ അത് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, പൗരത്വം കൊടുക്കുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കൊടുത്താൽ ആ പൗരത്വം കിട്ടുന്ന ആളുകളെ വോട്ടർമാരാക്കി മാറ്റുക. അതിൻ്റെ അഡ്വാൻറ്റേജ് നോർത്ത് ഈസ്റ്റിലോ ബംഗ്ലാദേശിലോ അത്തരം സ്ഥലങ്ങളിലൊക്കെ എടുക്കാനുള്ള ശ്രമം നടന്നേക്കാം ഒരു സൈഡിൽ. മറു സൈഡിൽ അവർക്കെതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കേണ്ടതുമില്ല, അവർ വോട്ടർ ലിസ്റ്റ് വരത്തുമില്ല. ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ, ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വിഷയത്തെ കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിനെ രാജ്യത്തൊട്ടുക്ക് ഒരു വലിയ സംഭവമായി പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ റോട്ടിലിറക്കി വലിയ പ്രശ്നങ്ങളായി മാറ്റുകയും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ ലീഗലി ഇതൊരു ഇല്ലീഗാലിറ്റിയാണ്, ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ആ ക്വസ്റ്റ്യനിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ കാണുന്ന ഒരു വിഷയം, കോടതിയിൽ ആദ്യമായി കേസ് ഫയൽ ചെയ്യുമ്പോൾ ഞങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ പറഞ്ഞ് കോടതിയിൽ വാദം കൊണ്ടുവന്ന് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേ ചെയ്യുമെന്നൊരു സ്റ്റേജ് എത്തി. ആ സ്റ്റേജിൽ ഞങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഇതാണ്: നിങ്ങൾ റിലീജിയസ് പെർസിക്യൂഷനിൽ മാത്രമല്ല, പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ ഉണ്ടാകാം, കാസ്റ്റിൻ്റെ പേര് പെർസിക്യൂഷൻ ഉണ്ടാകാം, അല്ലാത്ത റീസൺസ് ഉണ്ടാകാം, ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകാം. അങ്ങനെയൊക്കെ രാജ്യത്ത് വന്നെത്തപ്പെടുന്ന ആളുകളെ
അവർക്ക് പൗരത്വം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ മതം ക്രൈറ്റീരിയ ആകരുത് ഒന്ന് പറഞ്ഞു. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു, രാജ്യങ്ങളെ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ മ്യാൻമാർ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില പ്രത്യേക രാജ്യങ്ങളെ എടുത്തു. അതെന്താണെന്ന് മനസ്സിലാവില്ല. മനുഷ്യരല്ലേ മറ്റുള്ളിടത്ത് ജീവിക്കുന്നവരും, അവരെ ഒഴിവാക്കുന്നതിന്റെ റീസൺ ഇല്ല. മൂന്നാമത്തത്, റിലീജിയൻ ഒരു കാറ്റഗറി ആയിട്ട് നിങ്ങൾ കൊണ്ടുവന്നു, റിലീജിയൻ കാറ്റഗറി ആക്കാൻ പാടില്ല. ഇത് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വന്ന് പറയുന്നു, അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു ആക്ടിനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമെൻമെന്റ് ആക്ടിനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ കോടതികൾ അഡ്രസ്സ് ചെയ്യുന്നത് അതിനെ ആസച്ച് ഒരു സ്റ്റേ കൊടുക്കുന്നതിന് പകരം അത് വേണമെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ആർട്ടിക്കിൾ 13 പർവിൽ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യാം. അതിനുവേണ്ടി വാദം കേട്ട് തീരുമാനിച്ച് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട്, അത് റിഡൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്യാം. അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സ്റ്റേ കൊടുക്കൽ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ അത് നടപ്പിൽ വരുത്തുന്നത് മൂലം ആർക്കെങ്കിലും ഒരു ഗ്രീവൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നടപ്പിൽ വരുത്തുന്നത് കഴിഞ്ഞാൽ ഇറവേഴ്സിബിൾ ആയ എന്തെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് അത് പോയേക്കുമെന്ന് തോന്നിയാൽ, തിരിച്ചെടുക്കാൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് പോകുമെന്ന് തോന്നിയാൽ, ആ സിറ്റുവേഷനിൽ അത് നടപ്പിലാക്കുന്നതിന് തടയപ്പെടും. ഇവിടെ ഈ കേസിന്റെ വാദം മുസ്ലിം ലീഗിന്റെ ഹർജിയിൽ ആദ്യമായി വാദം മുന്നോട്ട് വെക്കുമ്പോൾ, എല്ലാ ഹർജികളും വരുന്ന സമയത്തല്ല, മുന്നോട്ട് വെക്കുമ്പോൾ അവിടുന്ന് ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്ന വാദം ഇതാണ്: ഇത് നിങ്ങൾ അതിനകത്ത് അപ്രിഹെൻഷൻ ഒന്നും എടുക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ പ്രൊസീജിയർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന റൂൾ വരണം. ആ റൂൾ ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല. ആ റൂൾ വരാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈ അപ്രിഹെൻഷൻ ഇല്ല. കാരണം കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം കൂടെ കേൾക്കാം, ഇത് കേൾക്കാൻ വേണ്ടി തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആ കേൾക്കൽ നീണ്ടു പോയി എന്നുള്ള വേറൊരു വസ്തു. നമ്പർ ഓഫ് കേസസ് കൂടി. കമ്പൈലേഷന് വേണ്ടി മുസ്ലിം ലീഗിന്റെ വക്കീലിനെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സിനെ ചുമതലപ്പെടുത്തി ലീഡ് കേസായിട്ട് മുസ്ലിം ലീഗിന്റെ കേസ് കൊണ്ടുവന്നു. ആ കമ്പൈലേഷൻ്റെ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു. വേണമെങ്കിൽ ഹിയർ ചെയ്യാവുന്ന സിറ്റുവേഷനിൽ കേസ് നിൽക്കുകയാണ്. ഈ സ്റ്റേജിൽ ഇപ്പോൾ അവർ കോടതിയിൽ ഇതൊക്കെ പറഞ്ഞത് എന്താണ്? ആ സ്റ്റേ എന്ന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണിത്. ഇപ്പോൾ വന്നിട്ട് അവർ നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 18 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. സെക്ഷൻ 18 ആണ് റൂൾ മേക്കിംഗ് പവർ. 18(4) ഇത് പാർലമെന്റിൽ വെക്കേണ്ട റൂളായിട്ടാണ് കാണുന്നത്. 18 സബ്സെക്ഷൻ 4. അപ്പോൾ പാർലമെന്റ് രാജ്യസഭയും ലോക്സഭയും ഒക്കെ കൂടിയിരുന്ന സമയത്ത് ഒരു ആക്ഷനും എടുത്തിട്ടില്ല 4 വർഷമായിട്ട്. അതെല്ലാം കൂടലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ലോക്സഭയും രാജ്യസഭയും ഒക്കെ കൂടുന്നത് ഇലക്ഷന് ശേഷം ഉണ്ടാവുള്ളൂ എന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനൊക്കെ രാജിവെച്ച് പുതിയ ഇലക്ഷൻ കമ്മീഷനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമവും ഉണ്ടാക്കി. അതായത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിയുടെ കൂടി പുതിയ ഇലക്ഷൻ കമ്മീഷൻ ആരാൻ തീരുമാനിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ അവർ കൊണ്ടുവന്നിട്ട് ലോക്സഭയിൽ വെക്കാതെ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് ആ നോട്ടിഫിക്കേഷനിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. അവിടെ ഞങ്ങൾക്കൊരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ട്. കാരണം അന്ന് അവർ പറഞ്ഞ് നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള കോസ് ഓഫ് ആക്ഷനിലേക്ക് വരുന്നു. അത് വീണ്ടും റേസ് ചെയ്യുന്നു. ഒന്നുകൂടി ഞങ്ങൾ പറയുകയാണ്, ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളുടെയും ഒരു മൈഗ്രന്റിന്റെയും പൗരത്വം കൊടുക്കരുതെന്നല്ല ഞങ്ങളുടെ കേസ്. ഹിന്ദുവായ, ക്രിസ്ത്യാനിയായ, അതാണല്ലോ ആദ്യം മുതൽ താങ്കൾ പറയുന്നത്. സമയം കുറച്ചെടുക്കാവുള്ളൂ, എല്ലാവരും ഉണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കുള്ളൂ. ഇനി ബാക്കി ഇടവേളയ്ക്ക് ശേഷം ബാക്കി ചർച്ചയിലേക്ക്. ബാനർജി നേരത്തെ പറഞ്ഞല്ലോ, CAA NRCയുടെ പ്രീകർസർ എന്നുള്ള നിലയിലാണ് കാണുന്നത് എന്ന്. നമ്മുടെ സംസ്ഥാനം, കേരളത്തിനും ആ നിലയിലുള്ള ആശങ്ക തന്നെയാണുള്ളത്. CAA അതുകൊണ്ടാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭരണഘടനാപരമായ സാധുതയില്ലായ്മയാണ് ഓരോരുത്തരും ഇപ്പോൾ അവരവരുടേതായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ നമ്മൾ കേട്ടത്. ഇനിയിപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം BJP CAA കഴിഞ്ഞാൽ NRC നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയിലൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നത് പിന്നെ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ആ വകുപ്പ് പ്രകാരമല്ല കോടതിയിൽ പോകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇതായിരുന്നില്ല ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് താങ്കളുടെ നിലപാട്? ഈ ഇഷ്യൂല് ഇതിന് ഒരു വലിയ പൊളിറ്റിക്കൽ എയിം ഇതിലുണ്ട്. ഈ CAA അതിനുശേഷം ഇപ്പോൾ ഈ NRCയുടെ കാര്യം ഈ പറയുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ എയിം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ എന്നുള്ളതാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന ഹിന്ദു സമൂഹം, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക, പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതാണ് അതിന്റെ പൊളിറ്റിക്സ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന്, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് അസാമിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ആയിട്ട് കുടിയേറി പാർത്ത മുസ്ലിങ്ങളും അവര് റിലീജിയസ് പെർസിക്യൂഷൻ കാരണം വന്നവരെ അല്ല. പക്ഷേ നമുക്കൊരു പോറസ് ബോർഡർ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നു.
അപ്പോൾ ഒരുപക്ഷെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന്റെ ഇത് ഒരു 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 ല്യൂർ അത് ഉദ്ദേശിച്ച് വരാം. അങ്ങനെ ധാരാളം പല കാരണങ്ങളും ഉണ്ടാവാം. ആളുകൾ ധാരാളം വന്നിട്ടുണ്ട്. അവർക്ക് സിറ്റിസൺഷിപ്പ് നിഷേധിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിലുണ്ട്. അപ്പൊ അത് ആ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. 2003 ഈ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്ത് അതിൽ NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിനകത്ത് കൊണ്ടുവന്നു. അതിനു മുമ്പ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നാഷണൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, അത് ഈ NRC എന്ന് പറയുന്നത് അത് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ആ റൂൾസ് ഒക്കെ വായിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇതൊരു വലിയ സ്കീമാണിത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയിൽ ബേസ് ചെയ്താണ് NRC ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ NRCയിൽ ഒരു എന്യൂമറേഷൻ നടക്കും, ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ. ഇത് നടത്തിയിട്ട് ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ, അപ്പൊ എല്ലാ സിറ്റിസൺസും അതിൽ കവർ ചെയ്യപ്പെടും. അതിൽ അവരുടെ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് എക്സാമിൻ ചെയ്യും, വെരിഫൈ ചെയ്യും. അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ എന്താണെന്നും എന്ത് ക്രൈറ്റീരിയ ഇതിനകത്ത് ഫോളോ ചെയ്യുമെന്നൊന്നും നമുക്ക് വ്യക്തമല്ല. അങ്ങനെ ഒരുപാട് അവ്യക്തത ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ ലോക്കൽ ബോഡികളുടെയൊക്കെ ആ ലെവലിലുള്ള ഒഫീഷ്യൽസ് ആണ്. അപ്പൊ അവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളിന് സിറ്റിസൺഷിപ്പ് നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. തലമുറകളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ സിറ്റിസൺഷിപ്പ് നിഷേധിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ പിന്നെ അവരെ ഡൗട്ട്ഫുൾ കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇവർ പുറകെ നടക്കണം, ഞങ്ങൾ സിറ്റിസൺസ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നൂലാമാലകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതാണ് ഈ NRC എന്ന് പറയുന്നത്. ഞാൻ അതിനെയാണ് കൂടുതൽ നമ്മൾ വാസം പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണത്. NRC എന്ന് പറയുന്നത്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ മറ്റേത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് അത് സഡൻലി ഈ റൂളിൽ കൊണ്ടുവന്നതാണ്. അത് എവിടുന്ന് കൊണ്ടുവന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ആക്ടൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ അറിയുന്നില്ല. അപ്പൊ ആക്ടിൽ കൊടുക്കാത്ത ഒരു പ്രൊവിഷൻ എങ്ങനെ നിങ്ങൾ റൂളിലുണ്ടാക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ റൈസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ആക്ടിന്റെ ഫ്രെയിംവർക്കിൽ മാത്രമേ റൂൾസ് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു കാര്യം ഈ ആക്ടിലെങ്ങും പറയുന്നില്ല. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്നുണ്ട്, അതുണ്ട്. പക്ഷെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിന്റെ ഡേറ്റയിൽ വെച്ചാണ്, അതനുസരിച്ചാണ് ഈ നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ അവ്യക്തത നിറഞ്ഞ സംഗതികളാണ് ഇതിനകത്ത് പലതും ഉള്ളത്. അതിനകത്ത് എന്ത് അവ്യക്തതയാണുള്ളത്? താങ്കൾ ഉപയോഗിച്ച വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, സ്കീമാണ്. അതെ, എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എന്ത് ഇൻഫർമേഷനാണ് അവരോട് വാങ്ങിക്കുന്നത്? ആഫ്റ്റർ ഓൾ ഒരാളിന്റെ സിറ്റിസൺഷിപ്പ് ഡിസൈഡ് ചെയ്യുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യാൻ പോകുന്ന ഒരു നടപടിക്രമമാണത്. അപ്പൊ അത് നാച്ചുറലി അതില് വ്യക്തത ഉണ്ടാവണം. റൂൾസിൽ ഇതാണ് ക്രൈറ്റീരിയ. ഒരാളിന്റെ സിറ്റിസൺഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ക്രൈറ്റീരിയ ഇന്നതാണ് എന്ന് പറയണ്ടേ? അതോ അത് ഈ ലോക്കൽ ഒഫീഷ്യൽസിന് വിട്ടുകൊടുക്കുകയാണോ? അവരുടെ യുക്തം അനുസരിച്ച് ചെയ്യാമെന്നാണ്? അതല്ലല്ലോ. നിയമം ഉണ്ടാക്കുമ്പോൾ നിയമത്തിന് ഗൈഡൻസ് കൊടുക്കണം. അത് പാർലമെന്റിന്റെ ചുമതലയാണ്. ആ ഗൈഡൻസ് അനുസരിച്ച് മാത്രമേ റൂൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ NPR, എവിടെയാണ് അതിനുള്ള പ്രൊവിഷൻ ഉള്ളത്? ഈ സിറ്റിസൺഷിപ്പ് ആക്ടിലൊന്നും അതിനുള്ള പ്രൊവിഷൻ ഇല്ല. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു? അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡേറ്റാ ബേസിലാണ് ഈ NRC ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ആ രീതിയിലുള്ള ഒരു ആംബിഗ്വിറ്റി നിലനിൽക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും വളരെ വൈറ്റലായ ഒരു ഇഷ്യൂ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്.
അഡ്വക്കേറ്റ് ടി ആസഫ് അലി അതിനോട് പ്രതികരിക്കുക. അതായത് ചിലപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ LDF ശ്രമിക്കുന്നുണ്ടാവും, UDF അതിനോട് ഓടിയെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാകും. നോക്കൂ, ഇലക്ഷൻ വരും പോവും, അതൊന്നുമല്ലല്ലോ. രാജ്യം നിലനിൽക്കുക എന്നുള്ളതാണ്, മതേതരത്വം നിലനിൽക്കുക എന്നുള്ളതാണ്, ഭരണഘടന നിലനിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ PTT ആചാര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ NPR, NCR, CAA ഇതിനെ ഒരു സ്കീമായിട്ടാണ് അദ്ദേഹം കാണുന്നത്, ഒരു ഹിന്ദു കൺസോൾട്ടേഷനുള്ള ശ്രമമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നികേഷേ, ഇതിലെ കോർ ക്വസ്റ്റ്യൻ എന്താണ്? ആരാണ് ഇല്ലീഗൽ മൈഗ്രന്റ്, അനധികൃത കുടിയേറ്റക്കാരൻ ആരാണ്? ഹൂ ഈസ് ഇന്ത്യൻ, ഹൂ ഈസ് എ ഫോറിനർ? ഇതല്ലേ ഇവിടെ തർക്കം. അതിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഫോറിനേഴ്സ് ആക്ട് ഒരു വിഭാഗം ആളുകൾക്ക് അപ്ലിക്കബിൾ അല്ലാണ്ടാക്കി ഭേദഗതിയോടുകൂടി. പാസ്പോർട്ട് എൻട്രി ടു ഇന്ത്യ ആക്ട് ഈ ഭേദഗതിയോട് കുറേ ആൾക്ക് ബാധകമല്ലാണ്ടാക്കി. NRCയും പോപ്പുലേഷൻ രജിസ്റ്ററും എല്ലാം വരുന്നതിൻ്റെ അടിസ്ഥാന വിഷയം ഈ ഭേദഗതിയാണ്. അപ്പൊ ഈ ഭേദഗതിയുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള പ്രൊട്ടക്ഷൻ അല്ല. ആർട്ടിക്കിൾ 14 21 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഇന്ത്യൻ ആൻഡ് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ. അപ്പൊ അവരെ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെതിരെ പാർലമെന്റ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് ആർട്ടിക്കിൾ 40 ഒന്ന് വായിക്കട്ടെ. The state shall not deny to any person equality before the law or the equal protection of the laws within the territory of India. Yes, that's what I'm saying. ഇന്ത്യൻ ഭൂമുഖത്ത് അധിവസിക്കുന്ന എനി പേഴ്സൺ, നോട്ട് എനി സിറ്റിസൺ. പേഴ്സൺ എന്ന് പറയുന്ന ഈ പ്രൊട്ടക്ഷൻ ആർക്കാണ്? ആർട്ടിക്കിൾ 14 21 പരിരക്ഷ ഇന്ത്യൻ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കുമാണ്. അത് വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും. അങ്ങനെയുള്ള വിദേശിയെയും സ്വദേശിയെയും ജാതിയുടെ, മതത്തിന്റെ, നിറത്തിന്റെ, വർഗത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ഒരു പെർസിക്യൂഷൻ, പീഡനം അനുഭവിച്ച ആളുകൾക്ക് പരിരക്ഷയല്ലേ? എങ്ങനെയാ ഈ അഫ്ഗാനിസ്ഥാൻ കയറി വന്നേ? ലോകമെമ്പാടും അപലപിക്കപ്പെടുന്ന ഭയാനകമായിരിക്കുന്ന ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നമാണ് ബർമ, ശ്രീലങ്ക. ഇത് രണ്ടും അവിഭക്ത ഇന്ത്യയുടെ ഭാഗമാണ്. അതിലൊന്നും അഫ്ഗാനിസ്ഥാൻ ഇല്ല. അവിഭക്ത ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു വലിയ ജനവിഭാഗങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലുന്നു. ഗാസയിൽ നടക്കുന്നതിന് തുല്യമാണ് മ്യാൻമറിൽ നടക്കുന്നത്, ശ്രീലങ്കയിൽ നടക്കുന്നത്. ഇന്ന് തമിഴ്നാട്ടിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ എത്രയാണ്? ആ ഇന്ത്യയുടെ ഭാഗം എങ്ങനെയാണ് ശ്രീലങ്ക ആകുന്നത്, ബർമ ആകുന്നത്? ബർമ ആണ്. 1947 മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയാണ് ഇത് രണ്ടും. നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇതിൽ കയറി വന്നത് എന്തിനാണെന്ന് ഒരു എക്സ്പ്ലനേഷനും ഇല്ല, ഒബ്ജക്റ്റ് ആൻഡ് റീസണിലില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും അറിയാം 47 മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ടതാണ് മ്യാൻമർ, ബർമ, ശ്രീലങ്ക. ഞാൻ ചോദിക്കുന്നത്, ഒരു നിയമത്തിൽ എഴുതി വെക്കാണ് 6 മതവിഭാഗത്തിന്റെ 3 രാജ്യങ്ങളുടെ പേര്? അതൊരു ഡിസ്ക്രിമിനേഷനാണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ടു ഹൂം? അല്ല, അവിടെ നേരത്തെ PTT ആചാരി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിൽ ഒരു തുടർച്ച തേടിയാൽ ഇതൊരു സ്കീമാണ് എന്നുള്ളതാണ്. NPR, NCR, CAA. അപ്പോൾ CAA ഇപ്പോൾ നമ്മൾ കേരളം ആദ്യം നിയമസഭയിൽ പ്രമേയമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കോടതിയിൽ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനത്തിന് ശേഷം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് അഡ്വക്കേറ്റ് ജനറൽ ഉപദേശിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തതയില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പോയിട്ടുണ്ട്, മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്. അങ്ങനെ 200 ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. അഡ്വക്കേറ്റ് ടി ആസഫ് അലി, എന്താണ് കേരളം ചെയ്യേണ്ടത് എന്നാണ് താങ്കളുടെ നിലപാട്? നമുക്ക് കക്ഷി രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്നേ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കേരള സ്റ്റേറ്റ് എന്ന നിലയിലല്ല, ഇതിന്റെ ഭരണഘടനാ സാധുതയെ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നോ റോൾ.
ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിലെ ഒന്നാം ഹർജിക്കാരനാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല റിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പെൻഡിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ഭരണഘടനാ സാധുത ഒരു 131 സൂട്ടിൽ കൂടി നിശ്ചയിക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ പിണറായി വിജയനും അറിയാം, ഗവൺമെന്റിനും അറിയാം, ഭരണക്കാർക്കും അറിയാം. ഇത് അങ്ങനെയാണോ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അക്കാര്യത്തില് ഒരു അഡ്വക്കേറ്റ് ജനറലിന്റെ ചുമതലപ്പെടുത്തിയ നിലക്ക് നമ്മളത് 131 ഒറിജിനൽ സ്യൂട്ടാണ് എന്ന നിലയിലേക്ക് നിഗമനത്തിൽ എത്തേണ്ട കാര്യമുണ്ടോ? ഒറിജിനൽ സൂട്ടാണ് ഫയൽ ചെയ്തത് കേരളം. ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളം ഫയൽ ചെയ്ത് ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് യാസഫ് അലി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. സർക്കാരിനെ ഉപദേശിക്കേണ്ടത് അഡ്വക്കേറ്റ് ജനറലിനോട് ഉചിതമായ തീരുമാനമെടുക്കാൻ മന്ത്രിസഭ നിർദ്ദേശം കൊടുക്കുമ്പോൾ എന്താണ് ആ തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവിടെ അസഫ് അലി ഉന്നയിക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പൗരത്വ നിയമ പ്രശ്നത്തിലുള്ളത് അടിസ്ഥാനപരമായ വിഷയം എന്താണ്? അവിടെയുള്ളത് വിവേചനമാണ്. ആ വിവേചനമാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 14 ഇവിടെ വായിച്ചത് നമ്മൾ കേട്ടല്ലോ. അപ്പൊ ആ വിവേചനം ആർക്കെതിരെ നടക്കുന്നു? ആ വിവേചനം നടക്കുന്നത് ഈ നിശ്ചയിക്കപ്പെട്ട ആ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായി ഒരു സൗകര്യം പരിമിതപ്പെടുത്തുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്നവർക്കാണ് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇതാ ഞങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്കെതിരെ വിവേചനം ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾക്കൊപ്പമുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അവർക്കാണ് അത് ശക്തമായി പറയാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് ശക്തമായി പറയാൻ കഴിയുക എന്ന് പറയുമ്പോൾ അവർ പൗരന്മാരാണോ എന്ന് ചോദ്യമുണ്ടാകും. അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഭരണഘടനയിൽ പൗരൻ എന്ന വാക്കും പേഴ്സൺ എന്ന വാക്കും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. വളരെ വിലപ്പെട്ട ചില അവകാശങ്ങളാണല്ലോ അനുച്ഛേദം 19, അതെല്ലാം പൗരന്മാർക്കുള്ളതാണ്. പക്ഷെ അനുച്ഛേദം 14 ഡിസ്ക്രിമിനേഷൻ അത് 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 എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇതിലുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ തർക്കിക്കേണ്ടത് ഈ ആർട്ടിക്കിളും വകുപ്പും ചട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ് എടുക്കേണ്ടിയിരുന്നത് തീരുമാനം, ഈ കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്നൊക്കെയുള്ളതല്ല. ഇവിടെ എതിർക്കപ്പെടേണ്ടതായ ഒരു മൗലികമായ വിഷയം ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളത് എതിർത്ത് പരാജയപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന് പിന്നാലെ വരുന്നു. അതാണ് ഈ നാഷണൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ആ ദേശീയ രജിസ്റ്റർ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പോലെയൊന്നും ആയിരിക്കില്ല സ്ഥിതിയും അവസ്ഥയും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഗൗരവം കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്കിതിന്റെ സാങ്കേതികമായ വശങ്ങളൊക്കെ വക്കീലന്മാർക്ക് വിട്ടുകൊടുക്കാം. അത് അവർ ചെയ്യട്ടെ, ഏത് വകുപ്പ് ഇടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്ത് നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിയെ അതിലൊന്നുമില്ല എന്ന് BJP പറയുമ്പോൾ ശരിയാണ്, അതിൽ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒറ്റ അപേക്ഷ പോലും ഇല്ലല്ലോ. പക്ഷെ അതല്ല വിഷയം, അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതാകട്ടെ വളരെ മൗലികമായ കാര്യങ്ങളാണ്. നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങൾ അവിടെയുണ്ട്. അവയെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ എതിർപ്പ് ഇപ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, NPR-നെ കുറിച്ചും NCR-നെ കുറിച്ചും ഇപ്പോൾ മിണ്ടണ്ട എന്ന നിർദ്ദേശം BJP പ്രതിനിധികൾക്കുണ്ടോ? അങ്ങനെ യാതൊരു നിർദ്ദേശവുമില്ല. NCR നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസിനെ പറ്റിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 2003 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് വന്നപ്പോൾ ആ അമെൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ചട്ടങ്ങൾ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. അത് നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ഐഡന്റിറ്റി കാർഡ്സ് റൂൾസ് ആയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡുകളൊക്കെ പുറത്തിറക്കിയിട്ടുള്ളത്. NPR എന്ന് പറയുന്നത് രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും എണ്ണമാണ്. അതിൽ ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികളായിട്ടുള്ള ആളുകൾ, ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ, ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരിനുള്ളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും എണ്ണം രേഖപ്പെടുത്തുന്ന രജിസ്ട്രിയാണ് NPR എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പൗരന്മാരെ വേർതിരിച്ചിട്ടുള്ള NRC നടപ്പാക്കുന്ന ഘട്ടത്തിലാണ് NPR-ൽ എന്തൊക്കെ ചോദ്യങ്ങൾ വേണം എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നത്. ചില ചോദ്യങ്ങൾ അത് NRC-ക്ക് ആവശ്യമായ വിധത്തിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നത്. അതിനെ ആ ഘട്ടത്തിൽ സംസ്ഥാനം എതിർത്തിരുന്നു, കേരളം എതിർത്തിരുന്നു. 2021 എന്തായാലും ഒരു സെൻസസ് പോലും നടന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സെൻസസിനെ NPR-ആയി കൺവേർട്ട് ചെയ്യുന്നു, പിന്നീട് അത് NRC-യിലേക്ക് എത്തിക്കുന്നു എന്നുള്ള നില വന്നപ്പോഴാണ് അതിനെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്.
ഒന്നാമത്തെ കാര്യം, NRC നടപ്പാക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നത്? NRC എന്ന് പറയുന്നത് ആരെയും ദ്രോഹിക്കാനോ ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല. എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രേഖയാണ് ആ രാജ്യത്തെ പൗരന്മാരെ NRC എന്തിനാണ് എതിർക്കുന്നത്? ശങ്കുട്ടിദാസ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. അസമില് RSSന്റെ മാത്രം നിലപാടെടുക്കാം, നമുക്ക് BJPയിലൊന്നും പോകണ്ട. RSS എന്താണ് NRC നടപ്പാക്കുന്നതിന് മുമ്പ് എടുത്ത നിലപാട്? NRC ആവശ്യമാണ് എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ RSSന്റെ എല്ലാ കാലഘട്ടത്തിലെയും നിലപാട് അതാണ്. പിന്നീട് അത് നടപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും NRCയിൽ നിന്ന് 20 ലക്ഷം പേർ ഒമിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? അല്ല, അവിടെ നിൽക്കട്ടെ, RSSനെ മാത്രം നമുക്കെടുക്കാം. RSS 20 ലക്ഷം പേരെ ഒഴിവാക്കിയപ്പോൾ എന്താണ് അക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്? അതിനകത്ത് ഹിന്ദുക്കൾ പെട്ടു എന്നുള്ളതുകൊണ്ട്. നോക്കൂ ശ്രീ ശങ്കുട്ടിദാസ്, താങ്കളുടെ വീട്ടിലും വരുന്നു NRC, താങ്കളോട് താങ്കളുടെ ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ പറയുന്നു. നേരത്തെ ശ്രീ PDT ആചാരി ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടവരാണ്. നമ്മൾ കേരളത്തിലെ ഒരു ഹിന്ദു പേരുള്ള എനിക്കോ താങ്കൾക്കോ വളരെ ലളിതമായി പറയാൻ കഴിയും. അതിർത്തി പ്രദേശത്തുള്ള ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ എന്താണ്? ഒരു ന്യൂനപക്ഷ മതവിഭാഗക്കാരൻ്റെ അവസ്ഥ എന്താണ്? നോക്കൂ, ഏതൊരു നിയമവും നടപ്പാക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യും. NRC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല. അതിൽ എന്തൊക്കെയാണ് അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, ഏതൊക്കെ രേഖകളാണ് അവിടെ സ്വീകരിക്കുന്നത്, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പേര് ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കേണ്ട നടപടികൾ എന്താണ്, ആർക്കാണ് ഈ പറയുന്ന ലിസ്റ്റ് തിരുത്താനുള്ള അധികാരം, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സാധ്യതയും നമ്മുടെ മുന്നിലില്ല. നമ്മളൊരു ഊഹാപോഹത്തിന് മുകളിൽ ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ആവില്ലേ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അത് എല്ലായിടത്തും നടപ്പാക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളത് ചർച്ച ചെയ്യേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കേണ്ട കാര്യമുണ്ട്. സർ, രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം എന്ന് നിങ്ങൾ പറയുന്നത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ആസാമിൽ എങ്ങനെയാണ് NRC നടപ്പാക്കിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1985 ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെയാണെങ്കിൽ അസമിൽ മാത്രമേ ഉണ്ടാകൂ, അതൊരു അക്കോർഡ് പ്രകാരമാണ് എന്നല്ലല്ലോ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അത് എല്ലായിടത്തും നടപ്പാക്കൂ എന്നാണല്ലോ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അസാമിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അസാമിൽ അസമിലെ താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതി അക്കാര്യത്തിൽ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. അന്ന് ആരായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ ചീഫ് ജസ്റ്റിസ് പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി ഒഴിഞ്ഞ് നേരെ പോയിരുന്നത് രാജ്യസഭയിലാണ്. നിൽക്കൂ, അതല്ല എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി NRC വ്യാപിപ്പിക്കുമെന്നുള്ള എൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അങ്ങ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് പോയി എന്ന് ഉദ്ദേശിക്കുന്നത് തരുൺ ഗൊഗോയിനെ ആയിരിക്കും. തരുൺ ഗൊഗോയ് ആയിരുന്നില്ല 2013-15 കാലഘട്ടത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. അങ്ങയുടെ വിവരം തെറ്റാണ്. PDT ആചാര്യക്ക് ഓർമ്മയുണ്ടോ ആരാണെന്ന്? അല്ല, രഞ്ജൻ ഗൊഗോയ് പറയുന്നത് ശരിയല്ല. അങ്ങ് പറഞ്ഞത് ശരിയല്ല എന്നാണ്. രഞ്ജൻ ഗൊഗോയ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങ് പരിശോധിച്ചോളൂ. രണ്ടാമത്തെ കാര്യം, ഇനി ആണെങ്കിൽ പോലും രഞ്ജൻ ഗൊഗോയ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലഘട്ടത്തിൽ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വിധികളൊന്നും സ്വീകാര്യമല്ല, അതിനൊന്നും വിശ്വാസ്യതയില്ല, അതൊന്നും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ അതും ആളുകളെ വിലയിരുത്തിക്കോട്ടെ. സംബന്ധിച്ച് ശരി, അതൊക്കെ അങ്ങയുടെ ആരോപണങ്ങളാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ശരി. ഇനി നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അനധികൃത കുടിയേറ്റത്തിന്റെ പ്രശ്നം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 2004 ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രിയായിരുന്ന NRC നടപ്പാക്കുന്നത് NRCയുടെ പ്രീകർസറാണ് NRC എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അത് ശരിയാണോ? അല്ല, ഞങ്ങൾ NRC നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അസമിൽ മാത്രമാണ് അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ആത്മവിശ്വാസം രാജ്യത്ത്. മമതാ ബാനർജി പറഞ്ഞത് ശരിയല്ല. നോക്കൂ, ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ്. എന്നാൽ CAAയും NRCയും രാജ്യത്ത് നടപ്പാവും. NRC രാജ്യത്ത് നടപ്പാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. നിയമമന്ത്രിയായിരുന്ന കിരൺ റിജ്ജു വളരെ കൃത്യമായിട്ട് 2021 അത് പറഞ്ഞിട്ടുണ്ട്. NRC നടപ്പാക്കാനുള്ള നടപടികളെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. NRC നടത്തണമെന്നൊരു ആവശ്യം വളരെ സജീവമായി ഒരു 2 പതിറ്റാണ്ടായിട്ടെങ്കിലും ഈ രാജ്യത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലുള്ള ഒറ്റ കാര്യം മാത്രം, ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 1.5 കോടിയാണ്, 15 മില്യൺ ആണ് എന്ന് പാർലമെന്റ്
പാർലമെന്റിൽ, അതായത് ബോർഡർ ടാസ്ക് ഫോഴ്സിന്റെ കണക്കും തിരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് 1.3 മില്യൺ ആണെന്ന് 2012 രാജ്യസഭയിൽ അതാണ് പ്രശ്നം. ശ്രീ ശങ്കുട്ടിദാസ്, ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യുന്നവരെ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ ചിതലുകളാണ് എന്നാണ്. ചിതലുകൾ. നമ്മുടെ അഭയാർത്ഥി സംബന്ധിച്ച നമ്മുടെ നയമെന്ന് പറയുന്നത് ചിതലുകളാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അവർ അഭയാർത്ഥി അല്ല, അഭയാർത്ഥികളെ പറ്റിയല്ല അദ്ദേഹം അത് പറഞ്ഞത്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് അഭയാർത്ഥി, ഒന്ന് കുടിയേറ്റക്കാരൻ, രണ്ടിനെ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടോ? ഇത് അഭയാർത്ഥി എന്നും ഇത് കുടിയേറ്റക്കാരെന്നും ഇത് ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്നും വേർതിരിച്ചിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ CAA അമെൻമെന്റ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിൽ നടന്നത്? ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 സെക്ഷൻ 2 ആണ് അമെൻഡ് ചെയ്തത്. സെക്ഷൻ 2 എന്തായിരുന്നു? സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ആരാണ് ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് ഡിഫൈൻ ചെയ്ത സെക്ഷൻ ആയിരുന്നു. ആ സെക്ഷൻ 2(1)(a) ഒരു മതപരമായിട്ടുള്ള വിഭജനം എന്ന് പറയുന്നത്. ശരി, ഞാൻ ഒന്നുകൂടി താങ്കളിലേക്ക് എത്താൻ ശ്രമിക്കാം. നമ്മൾ മാത്രമായിട്ടുള്ള ചർച്ചയിലേക്ക് ഇടവേള വേണം. എനിക്കറിയാം ശ്രീ മുഹമ്മദ് ഷായ്ക്ക് സമയം കിട്ടിയിട്ടില്ല ഈ ഘട്ടത്തിൽ. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് മുഹമ്മദ് ഷായിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നു നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അവരെ ചിതിലാണോ ഒറിജിനലാണോ എന്ന് തീരുമാനമെടുക്കുന്നു. നോക്കുക, നമ്മൾ അസമിൻ്റെ കാര്യമാണല്ലോ ആവർത്തിച്ച് പറയുന്നത്. അവിടെ 20 ലക്ഷം പേരാണ് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന രീതിയിൽ ചാപ്പ കുത്തപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ താൽക്കാലികമായി 3 കോടി ആണ് അസമിൻ്റെ പോപ്പുലേഷൻ എന്ന് കരുതുക. അതിലാണ് 20 ലക്ഷം പേര് വരുന്നത്. ഈ രാജ്യമെങ്ങും NRC നടപ്പാക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ തോതിൽ ഉണ്ടാകുമെന്നാണ്. അവസ്ഥ മറ്റൊരു വിഭജന കാലഘട്ടത്തെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതാണ് നേരത്തെ PDT ആചാര്യ പറഞ്ഞത്, സ്കീമാണത് എന്ന്. നികേഷ്, നമ്മളിപ്പോൾ NPR-ൻ്റെയും NRC-യുടെയും അപകടത്തെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞാൽ, NPR ശംഖു പറഞ്ഞതുപോലെ NPR എല്ലാവരുടെയും എണ്ണമാണ്. NRC എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിൻ്റെ എണ്ണമാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ ആസാം അക്കോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ NRC-യാണ് ആകെ നമുക്കൊരു സ്പെസിമെനായിട്ട് പറയാൻ പറ്റുന്നത് ആസാമിൻ്റെ ആണുള്ളത്. അതിന് 1971 കട്ട് ഓഫ് വെച്ചുകൊണ്ട് NRC കൊടുത്തു. ഞാൻ ഈ സ്ഥലത്ത് സന്ദർശിച്ചത് ആസാമിൽ കുറച്ച് ദിവസം പോയിരുന്നു, കാരണം ലീഗൽ സപ്പോർട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ബ്രഹ്മപുത്ര നദികളുടെ തീരത്തിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടും അല്ലാത്ത നാച്ചുറൽ കലാമിറ്റി ഇഷ്യൂമായി ബന്ധപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരിൽ ചിലരോട് നിങ്ങൾ ഏത് ജില്ലയിലാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആ ജില്ല ഏതാണെന്ന് അറിയില്ല. അവർ താമസിക്കുന്ന ജില്ല ഏതാണെന്ന് അറിയില്ല. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ. അവർക്ക് ഈ സിറ്റിസൺസ് ഈ പൗരത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നും അവർക്ക് അറിയില്ല. അത്ര പോലും ഇല്ലാത്ത സാധാരണ ജനങ്ങൾ അവിടെ 20 ലക്ഷം പുറത്തു പോകുന്നു. അതിനകത്ത് മുസ്ലിം ഹിന്ദു എന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾ, മനുഷ്യൻ പുറത്തു പോകുന്നു. അപ്പോൾ ഈ NRC-യുടെ ഒരു ഇമ്പാക്റ്റ് അതാണ്. അവിടെ ഈ 1971 കട്ട് ഓഫ് ഡേറ്റിനെ 2014 ഡിസംബർ എന്ന കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് മാറ്റുന്നു എന്നത് ആസാമിലെ ജനങ്ങളുടെ അവരുടെ ഒരു ഗ്രീവൻസ് ആണ്. 1971 കട്ട് ഓഫ് ഡേറ്റ് പോലും അവർ സമ്മതിച്ചു കൊടുത്തു 85-ൽ. അത് 2014 ഡേറ്റിലേക്ക് മാറ്റാൻ പാടില്ല എന്നാണ് അവർക്കൊരു കേസുണ്ട്. അപ്പോൾ അതിൻ്റെ മനുഷ്യത്വപരമായ വിഷയങ്ങൾ മറ്റൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ മാറ്റിയതിന് ശേഷം മതം നോക്കി അകത്തോട്ടാക്കുന്നു, പുറത്തോട്ടാക്കുന്നു. ഇതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടാക്കുന്ന ഒരു അപകടകരമായ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ബോധ്യം നമ്മൾ ആസാമിൽ ബോധ്യപ്പെട്ടു. ഇനി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരും. ഇപ്പോൾ ബംഗാളിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ബംഗാളിലായാലും ബീഹാറിലായാലും ഇതൊക്കെ സംഭവിക്കും. ഇനി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഒരു NPR-ൽ ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള രേഖകൾ തീരുമാനിക്കുന്നു. അത് തീരുമാനിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങൾ, ഈ 20 ലക്ഷത്തിൻ്റെ നമ്പറൊന്നും വരില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഒരാളുടെ പേരിലെങ്കിലും അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ, അതായത് എൻ്റെ കയ്യിലെ രേഖകൾ സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്ന ഒരാൾ, ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരാൾ, എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കിത് തെളിയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആണ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന അവരെത്രത്തോളം ഹോണ്ട് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അത് ഞാൻ ഈ രാജ്യത്ത് മുഴുവൻ നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ നടപ്പാക്കുമെന്ന് പറഞ്ഞതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് CAA-യുടെ ഇംപ്ലിമെൻറ്റേഷൻ. എന്നിട്ട് പറഞ്ഞ് നടപ്പാക്കുമ്പോൾ മതപരമായ ചില പ്രൊട്ടക്ഷൻസ് കുറച്ചാളുകൾക്ക് തരും, മതപരമായ ചില അപകടങ്ങൾ മറ്റു ചിലർക്ക് ഉണ്ടാക്കും. അപ്പോൾ അവരെ ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ മതിയായ രേഖകളില്ലെങ്കിൽ, നിങ്ങൾ ഇന്ന മതത്തിലുമാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്.
ഇനി മതിയായ രേഖകളില്ലെങ്കിലും ആ മതത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം കിട്ടിയേക്കും ഈ പറഞ്ഞ CAA വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുമായിരിക്കും എന്നൊരു തോന്നൽ ജനിപ്പിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എല്ലാവർക്കും അറിയാം. PDT ആചാര്യ സാർ പറഞ്ഞതുപോലെ തന്നെ അതിനകത്തൊരു അജണ്ടയുണ്ട്. ഈ അജണ്ട നടപ്പാക്കുമ്പോൾ നിങ്ങൾ നടപ്പാക്കിക്കോളൂ, നിങ്ങളുടെ അജണ്ടകൾക്കൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല. ഈ രാജ്യത്തിനൊരു ആശയമുണ്ട്. ആ ആശയം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അജണ്ടകൾ ഉണ്ടാക്കരുത്. നമുക്ക് മതമൊക്കെ പറയാം, ജാതിയൊക്കെ പറയാം, അത് പറയാൻ ഉടുപ്പില്ലാത്തവർക്ക് വിളിച്ചും പറയാം, അതിനൊരു കുഴപ്പമില്ല. അതിനകത്തൊരു നാണക്കേടില്ലാത്തവർക്ക് അത് നിയമമായും കൊണ്ടുവരാം, അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഏകോദര സഹോദരങ്ങളെ പോയി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ വേർതിരിച്ചിട്ട് വേണോ അധികാരം? അവരെ ഒന്നാക്കി നിർത്തിക്കൊണ്ട് അധികാരം കിട്ടുമെന്ന് ശ്രമിച്ചു നോക്കണ്ടേ? ആ വേർതിരിവിന് വേണ്ടി അവർ പാനിക്കാകുമ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആ പാനിക്കാകുന്ന സിറ്റുവേഷൻ മുതലെടുക്കാൻ ശ്രമിച്ചാൽ അതും ഇതിനേക്കാൾ ദുഷ്ടമായ ഒരു വിഷയമാണ്. അവിടെ ആ പാനിക്കാകുന്ന ആളുകളെ അവരെ പാസിഫൈ ചെയ്തിട്ട് അതിനകത്തെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഈ രാജ്യത്തിൻ്റെ ഐഡിയോളജി നശിക്കുന്ന തരത്തിലുള്ള ലെജിസ്ലേഷനുമായി വരുന്നു, എക്സിക്യൂട്ടീവ് ആക്ഷനായിട്ട് വരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, നമുക്ക് മുൻകാലങ്ങളിൽ നമ്മൾ ജീവിച്ച ആ സാഹചര്യത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ കണ്ടില്ലെങ്കിൽ അവർ ഇനിയും വരാൻ പോകുന്നത് കുറച്ചുകൂടി ഭീകരമായ എനിക്കൊരു മിനിറ്റ് തരണേ. ഒരു മിനിറ്റ് ആക്കട്ടെ, ഒരു 30 സെക്കൻഡിൽ തീർത്തോളൂ, പറഞ്ഞോളൂ. ഞാൻ അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ പരിശോധിച്ചു. രഞ്ജൻ ഗൊഗോയ് 2018-2019 കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. 2014-15 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് HL ദത്തു ആയിരുന്നു. മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള HL ദത്തു ആണ്. അങ്ങയുടെ പ്രസ്താവന വസ്തുതാപരമായി തന്നെ രഞ്ജൻ ഗൊഗോയെ പറ്റി നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2019 ഓഗസ്റ്റ് 12 രഞ്ജൻ ഗൊഗോയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, ഞാൻ നികേഷിന് അയച്ചിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 12 രഞ്ജൻ ഗൊഗോയും നരിമാനും കൊണ്ടിരുന്ന ജഡ്ജ്മെന്റ് ഉണ്ട്. അതിനകത്ത് ആസാം NRC സംബന്ധിച്ചിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തുള്ള ജഡ്ജ്മെന്റ്. അത് എന്തുകൊണ്ടാണ് എന്റെ ഓർമ്മയിൽ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ രഞ്ജൻ ഗൊഗോയ് ആ മേഖലയിൽ നിന്നുള്ള ഒരു ജഡ്ജ് ആയിരുന്നല്ലോ. അതുകൊണ്ട് മാത്രമല്ല ആ മേഖലയിൽ ജഡ്ജ് ആയിരുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് രഞ്ജൻ ഗൊഗോയുടെ പേരെടുത്ത് പറഞ്ഞത്. ഞാൻ പറയുന്നു സുപ്രീം കോർട്ട് മോണിറ്റേർഡ് ആയിട്ട് അതാണ്. അപ്പൊ നമ്മൾ കേരളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ ശരിയാവണം ചൂണ്ടിക്കാണിച്ച CAA, NPR, NCR നമുക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് ഓൾ സിറ്റിസൺസ് ആർ ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് എന്ന നിലയിലേക്കാകുന്നു എന്നുള്ളതാണ്. ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ ആ ഒരു പെർസ്പെക്റ്റീവ്, അതാണ് ഇതിനകത്ത് ഒരു കാതലായ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു കാര്യം പറയാം. ഈ 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയി ഒരു വലിയ പ്രസംഗം നടത്തി. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്തിൽ എവിടെയൊക്കെ മതപീഡനം ഉണ്ടായിട്ടുണ്ട്, ആളുകളൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, അവരെയൊക്കെ സ്വാഗതം ചെയ്ത ഒരു മതത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഞാൻ എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം, ആ ഒരു സംസ്കാരമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ നിയമങ്ങളിൽ, പ്രത്യേകിച്ച് ഈ റെഫ്യൂജി മാതിരിയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരു പ്രത്യേക മതത്തിനെ മാറ്റി നിർത്തുക, മറ്റു കുറേ മതങ്ങളെ ഒരുമിച്ച് നിർത്തുക, ഇങ്ങനെയുള്ള ഒരു സമീപനം അല്ല. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മളിങ്ങനെ വാദോരാതെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ ആ കാര്യം, ആ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു കാഴ്ചപ്പാട്, അതാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മതത്തിനെ മാറ്റി നിർത്താതെ മതത്തിന്റെ പേരിൽ ഒരു വിവേചനം പാടില്ല എന്നുള്ളത് ഭരണഘടനയുടെ എല്ലാവരും പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 14 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അതിനുശേഷം ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെയും തന്നെ ആ ഒരു പെർസ്പെക്റ്റീവാണ് നിർണ്ണയിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ PDT ആചാര്യ, ക്ഷമിക്കണം ശ്രീ ശങ്കുട്ടിദാസ്, സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നേരത്തെ തന്നെ ഒരു വാചകത്തിൽ പൂർത്തിയാക്കൂ ശ്രീ ശങ്കുട്ടിദാസ്. ഞാൻ നേരത്തെ താങ്കളെ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തിയതിന്റെ ഒരു പശ്ചാത്താപത്തിൽ ഒരു 10 സെക്കൻഡ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി എമംഗ് ഈക്വൽസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിൽ ഇരിക്കുന്നവരുടെ ഇടയിലെ തുല്യതയല്ല, തുല്യമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിൽ ഇരിക്കുന്നവരുടെ തുല്യതയാണ്. അതിനുള്ളിൽ തന്നെ റീസണബിൾ ക്ലാസിഫിക്കേഷൻ അനുവദിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഈ CAA കൊണ്ടുവരുന്ന റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഓഫ് എ തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നാണ്. ഒരു മതരാഷ്ട്രത്തിലെ പീഡിത ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മളതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ 14 ഉള്ളിൽ വാലിഡ് ആയിട്ടുള്ള റീസണബിൾ എന്നാണ് താങ്കൾ കരുതുന്നത്. നോക്കാം, നമുക്ക് സ്വാഭാവികമായി അല്ലേ അത് മ്യാൻമാറിന് ആപ്ലിക്കബിൾ അല്ലേ? അല്ല, ശ്രീലങ്കയ്ക്ക് ആപ്ലിക്കബിൾ അല്ല. മ്യാൻമാർ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല. മ്യാൻമാർ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, മതരാഷ്ട്രമല്ല. ബംഗ്ലാദേശ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല. ശ്രീലങ്ക തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, അത് ജനാധിപത്യ രാജ്യമാണ്. തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ബംഗ്ലാദേശോ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല. ബംഗ്ലാദേശ് ഈ പറയുന്ന എന്താ വെറുതെ അങ്ങ് പറയാൻ വേണ്ടി പറയാം. ബംഗ്ലാദേശ് 2015 ശേഷമാണ് പറയല്ലേ ശംഖു. സാർ അങ്ങ് വസ്തുതകൾ പരിശോധിക്കൂ. പീഡനം അനുഭവിച്ച ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് അല്ല, അങ്ങനെയാണെങ്കിൽ തിയോക്രാറ്റിക് സ്റ്റേറ്റ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ലോകത്ത് എവിടെയൊക്കെ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഉണ്ടോ അവിടെ നിന്നൊക്കെ സ്വീകരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ അഹമ്മദിയാസ് അവര് അങ്ങനെയല്ല. പാകിസ്ഥാനിലെ അഹമ്മദിയാസ് മൈനോറിറ്റി അല്ലേ അവിടെ? ശ്രീ ശങ്കുട്ടിദാസ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണോ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 3 രാജ്യങ്ങൾ മാത്രമാണോ തിയോക്രാറ്റിക് സ്റ്റേറ്റ്? അതായത് ഇന്ത്യയെ ഹോംലാൻഡായി കണക്കാക്കുന്ന പഴയ അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഓഫ് RSSന്റെ ഐഡിയോളജിയും ഹോംലാൻഡും ഒക്കെ വന്നു. ഐഡിയോളജി നടപ്പാക്കുക, അതാണ് ആചാര്യ നേരത്തെ പറഞ്ഞത്. ശ്രീ നികേഷ് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി റഫറൻഡം നടത്തിയിട്ടുണ്ട്. ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ നേതൃത്വത്തിൽ ആ റഫറൻഡത്തെ എതിർത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ധാരാളം പേര് അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിട്ട് 1947 റഫറൻഡത്തിന്റെ ഭാഗമായി പോയവരാണ്. നെഹ്റു ലിയാഖത്ത് പാക്ട് എന്ന് പറയുന്ന 1950 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാൻ എന്നിവർ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടപ്പോഴാണ് പാകിസ്ഥാനിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഇന്ത്യ ഗവൺമെന്റ് കൂടി കൊടുത്തിട്ടുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന ആളുകൾ അവർ ഈ മതപരമായിട്ടുള്ള പീഡനത്തിന് വിധേയരായിട്ട് പോവാൻ ലോകത്ത് വേറെ സ്ഥലങ്ങളില്ല. ഇന്ത്യയാണ് സ്വാഭാവികമായിട്ടും പറയും. പീഡനം അനുഭവിച്ച മൈനോറിറ്റിയിലെ അഹമ്മദിയാസ്. ശരി, സമയക്കുറവുണ്ട്, നമുക്ക് ചർച്ച തുടരാം. മറ്റൊരു അവസരത്തിലും മറ്റൊരു ദിവസവും. PDT ആചാര്യ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ബോ, അഡ്വക്കേറ്റ് ആസഫ് അലി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശങ്കുട്ടിദാസ്, നന്ദി സഹകരിച്ചതിന്.